മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ സ്റ്റേറ്റ് കലോത്സവത്തിന് പോകാനുള്ള തയ്യാറെടുപ്പാട്ടോ. 14th മോർണിംഗ് 8:30 ആണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ടൈം. അപ്പോൾ തലേദിവസം പോയി സ്റ്റേ ചെയ്യാണ്ട് പറ്റില്ല, കാരണം ഇത് കോട്ടയം അടുത്ത് മരങ്ങാട്ടുപള്ളി എന്ന് പറയും. അവിടെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലാണ് ഈ സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത്. സ്കൂളിൻ്റെ അടുത്തുള്ള ഹോട്ടൽസൊക്കെ എല്ലാം തന്നെ ഫുള്ളായി പോയി. നമ്മൾ താമസിച്ച് പോയി ബുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ 2 അപ്പാർട്ട്മെൻറ്റ് കുറവിലങ്ങാടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ദേ അടിച്ചു പൊളിച്ചായിട്ടാണ് ഞങ്ങൾ പോണേ. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന അപ്പാർട്ട്മെൻറ്റ്. നല്ല നീറ്റായിരുന്നു. അത് ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ നമുക്ക് ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിലേക്ക്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഞങ്ങൾ പുറത്ത് നിന്ന് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്തു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടൈം 8:30 എന്നുള്ളത് 11:30 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 7 ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറേ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ഇറങ്ങി. ഇവിടെ ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇത്. വന്ന് ഇറങ്ങി. ഇപ്പോൾ തന്നെ നമുക്കൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം പോലെയാണ് തോന്നിയത്. എല്ലാവരും എൻജോയ് ചെയ്ത് നടന്നു. പക്ഷെ കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും മടുത്തു തുടങ്ങി. കാരണം കയ്യിലൊക്കെ നല്ല വലിയ വെയിറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഡാൻസിൻ്റെ കോസ്റ്റ്യൂമും സാധനങ്ങളൊക്കെ ആയിരുന്നു. മോൾക്കാണെങ്കിൽ ഒരു പനി വന്നിട്ട് അവൾക്ക് ക്ഷീണമൊക്കെ മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവളുടെ ലഗേജും കൂടി ഞാൻ പിടിച്ചേക്കാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്, ലഗേജ് ഉണ്ട്, എല്ലാം കൂടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. ഇനിയും നടക്കാൻ കുറേ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നമ്മളിതേ നടന്ന് ഒരു പരുവായി. എന്നാലും നടക്കാണ്ട് പറ്റില്ലല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രീൻ റൂം കണ്ടുപിടിച്ചു. പക്ഷേ ഓൾറെഡി വേറെ സ്കൂളുകാരും ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ബാഗ്സും കാര്യങ്ങളും അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണത് എല്ലാം ഇവിടെ തന്നെയായിരുന്നു. പിന്നെയാണ് മനസ്സിലാവണേ ഈ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണെന്നുള്ളത്. മേക്കപ്പ് മാമാരൊക്കെ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. കാരണം ഫാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രക്ഷയില്ല. സ്റ്റേറ്റ് കലോത്സവം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗ് എനിക്ക് മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാലും മാക്സിമം ഞാൻ പോസിറ്റീവ് പറയാൻ ശ്രമിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ വന്നേക്കാണ്. വലിയൊരു ഗ്രൗണ്ടിൽ ഇതുപോലെയുള്ള ഒരു ഹാൾ സെറ്റപ്പിലാണ് ഇവർ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. രാവിലെ ഇഡ്ഡലി സാമ്പാറുണ്ടായിരുന്നു, പിന്നെ വടയുടെ ചായയും, ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ, അതിൻ്റെ കൂടെ നല്ല അടപ്പായസമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് കിട്ടിയ എല്ലാം ചീത്തയായിരുന്നു. അപ്പോൾ എല്ലാം വേഗം തന്നെ മാറ്റി തന്നു. പിന്നെ ഇഡ്ഡലി ഒക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പെട്ടുപോകും. എനിക്കും എൻ്റെ മോൾക്കും ഇഡ്ഡലി ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകളാണ്. എന്നാലും ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റ് കാരണം കുറച്ച് കഴിച്ചു കേട്ടോ. വെളുപ്പിനെ തന്നെ കണ്ട് നല്ല മഴ പെയ്തു തോന്നുന്നു. ആ ഗ്രൗണ്ട് മുഴുവൻ നിറയെ ചെളിയായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. അതിലെങ്ങാനും തെറ്റി വീണ് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോടുകൂടി കുട്ടികളെല്ലാവരും മേക്കപ്പിന് കയറ്റി. ഏകദേശം ഒരു 11:30 ആയിരുന്നു നമുക്ക് പറഞ്ഞിരിക്കുന്ന സമയം. 11:30 ഷാർപ്പ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു 10:30, 11 ആയപ്പോൾ തന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് പ്രോഗ്രാമൊക്കെ എല്ലാം ഭയങ്കര ഡിലേ വന്നു. കുട്ടികളുടെ എനർജി വൈസ് ആണെങ്കിൽ എല്ലാം ഇങ്ങനെ ലോ ആയി വന്ന് നമ്മൾ ഗ്ലൂക്കോസ് വലിയൊരു ബോട്ടിൽ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ പാരൻസ് തന്നെ കുറേ കഷ്ടപ്പെട്ടു ചൂടെടുത്തിട്ട്. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? അവർ ഇത്രയും ഹെവി മേക്കപ്പും ഹെവി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫാനില്ലാതെ അവരെങ്ങനെ ഇത്രയും മണിക്കൂറുകൾ കഴിച്ചു കൂട്ടി എന്നുള്ളത് എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു ഭയമാണ്. അത് പറയാൻ തന്നെ ഒരു വിഷമമാണ്. ഈ സ്കൂളിലെ കോർഡിനേറ്റേഴ്സ് ഓരോ ഭാഗത്ത് ഇൻചാർജ് ഉണ്ടായിരുന്നവരോട് നമ്മൾ കെഞ്ചി പറഞ്ഞു, ഈ കുട്ടികൾക്ക് ഒരു ഫാൻ ഒന്ന് നിങ്ങൾ വെച്ച് കൊടുക്കുമോ, ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങളുടെ തൊട്ട് അടുത്തുള്ള ഗ്രീൻ റൂമിലെ സ്കൂളുകാരും അവരും കുറേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ചൂടായി തുടങ്ങി. അവർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ ഹെൽപ്ലെസ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കുട്ടികൾ എല്ലാ സിറ്റുവേഷനോടും പൊരുത്തപ്പെട്ട് പോയി എന്ന് തന്നെ പറയാം. അവർ നിലത്ത് കിടന്ന് ഉറങ്ങി എന്നുള്ളതാണ്, അവരുടെ എനർജി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ ടൈമിംഗ് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് അവർ മേക്കപ്പ് ചെയ്ത് പെട്ടുപോയ അവസ്ഥയാണ്. ഫുഡ് കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ സ്റ്റേജിൽ കയറിയാൽ ഇവർക്ക് കളിക്കാൻ പറ്റില്ല. പിള്ളേരെ പട്ടിണിക്ക് ഇടേണ്ട അവസ്ഥയാണ് ശരിക്കും വന്നത്. അവർക്ക് തന്നെ കഴിക്കാനും തോന്നുന്നില്ല, ടെൻഷൻ കാരണം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പാഴ്സൽ 2 പറഞ്ഞു. ആ പാഴ്സൽ കിട്ടാൻ തന്നെ ഒരു 1-2 മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് നമുക്ക് ആ പാഴ്സൽ കിട്ടിയത്. പിന്നെ കുട്ടികൾക്ക് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ കൊടുത്ത് ഒരു കണക്കിനാണ് അവരുടെ എനർജി സ്റ്റേബിൾ ആക്കി കൊണ്ടുവന്നത്. ഗ്രീൻ റൂമിൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ എന്നിനി പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ പോയിരിക്കാം, അവിടെ ഫാനൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആകെ മുകളിൽ കുറച്ച് എക്സോസ്റ്റ് ഉണ്ട്, അല്ലാതെ ഫാൻ എന്ന് പറഞ്ഞ സംഭവം ഈ ഹാളിലില്ല. എന്തിന് ഇരിക്കാൻ ചെയർ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വിൻഡോൻ്റെ സൈഡിലൊക്കെയാണ് ഇവർ മണിക്കൂറുകളോളം ചെലവഴിച്ചത് എന്നുള്ളതാണ്. പിന്നെ ഫൈനലി നമ്മൾ ബാക്ക് സ്റ്റേജിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ എന്തെങ്കിലും ഇനി ഫാനൊക്കെ കാണും
കാണും എന്ന് വിചാരിച്ച് ബാക്ക് സ്റ്റേജിൽ എത്തിയപ്പോൾ അവിടെ ഒരു കൂളർ വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെയേഴ്സും ഉണ്ട്. അപ്പോൾ ആദ്യം ചെല്ലണവർക്ക് ആ ചെയേഴ്സിൽ ഇരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് വന്ന കുട്ടികൾക്കൊന്നും ചെയർ കിട്ടിയില്ല. അവർ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ടാണ് ഒരുവിധം കഴിച്ചു കൂട്ടിയത്. ആ സമയത്ത് നല്ലൊരു മഴ പെയ്തുകൊണ്ടും പിള്ളേർക്ക് ഒരു ആശ്വാസമായി. അങ്ങനെ മോർണിംഗ് 11:30 പറഞ്ഞിട്ട് ഈവനിങ് 5:30ക്കാണ് ഇവർക്ക് സ്റ്റേജിലൊന്ന് പെർഫോം ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഇവർ ആ ഒരു ടെൻഷനും ഇവരുടെ ആ ഒരു എനർജി ഇല്ലായ്മയും ഒന്നും സ്റ്റേജിൽ കാണിച്ചില്ല. സ്റ്റേജിൽ നന്നായിട്ട് തന്നെ കളിച്ച് അവസാനിപ്പിക്കാൻ പറ്റിയെന്ന് തന്നെ പറയാം. പിന്നെ ജൂനിയേഴ്സ് കുട്ടികളുടെയാണ് ഇനി വരാൻ പോകുന്നത്. അവർക്ക് 5:30 ഈവനിങ് സമയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ മിക്കതും വെളുപ്പിനെ ആവുന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പും എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവാണ്. പിള്ളേരുടെ സ്റ്റേജ് പെർഫോമൻസിന്റെ ടൈമിലായിരുന്നു നല്ലൊരു മഴ പെയ്തത്. അത് അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. ഗ്രൗണ്ട് മുഴുവൻ വെള്ളം പൊന്തിയിട്ട് ജഡ്ജസിനൊന്നും താഴെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഒരു സ്റ്റേജിൽ ഒട്ടും പരിപാടി നടത്താൻ പറ്റാത്ത സ്ഥിതിയായിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു എന്ന് കേട്ടെ. പാരൻസ് എല്ലാവരും ഭയങ്കര ഒച്ചയും ബഹളമായി. ലാസ്റ്റ് സ്റ്റേജ് മാറ്റേണ്ട വന്നു അവർക്ക്. അങ്ങനെ പിള്ളേർ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ്ഡ് ആയി. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ കുറേ നേരം അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നു. പിന്നെ വണ്ടിയിൽ പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സമയം 12 ആവാറായി. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പിലുള്ള അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് കട്ട വെയിറ്റിംഗ് കേട്ടോ. കറക്റ്റ് സമയത്ത് അവളെ എഴുന്നേൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരുടെ ടീച്ചേഴ്സും ജൂനിയേഴ്സ് കുഞ്ഞുകുട്ടികളും മാത്രമാണ് ഇല്ലാത്തത്. അവരിപ്പോഴും അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതൊരു സങ്കടമായിരുന്നു കേട്ടോ. അതേ അന്ന പതുക്കെ കണ്ണു പറഞ്ഞു. ഇപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. കേക്കാണിത്. കണ്ണാണോ അല്ല, എനിക്ക് കണ്ണു കാണാമോ? കേക്കാട്ട വേറൊന്നുമില്ല. ഹാപ്പി ബർത്ത്ഡേ ടു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയി. പക്ഷെ ഞങ്ങൾ പാരൻസിൻ്റെ ഉള്ളിൽ ടെൻഷൻ കൂടി വരികയാണ്. കാരണം രാത്രി ഈ ഒരു ടൈമിൽ, അതും ഞങ്ങളുടെ വണ്ടി കിടക്കുന്നത് തന്നെ രാവിലെ കാണിച്ചില്ലേ ആ ഒരു സ്ഥലത്താണ്. പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇനി സ്കൂളിൻ്റെ അകത്ത് തന്നെ നമുക്ക് കൊണ്ടുപോയിടാം, സ്ഥലമൊക്കെ ഉണ്ടാവും, സേഫ് അതാണ്. ഈ സ്കൂളിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അടിയിലെ കമൻസ് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കമൻസ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ അനുഭവങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം 4 മില്യൺ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, അതിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ചെക്ക് ചെയ്താൽ അറിയാമാണ് ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂൾ കേട്ടോ. രാവിലെ ഇതൊന്നും നോക്കാനുള്ള സമയമോ ഒന്നും ഉണ്ടായില്ല. ആകെ ടെൻഷനും നമ്മളിങ്ങനെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം 2:30 മണിയാണ് വെളുപ്പിന്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും ഞങ്ങളുടെ കുട്ടികൾ വന്നിട്ടില്ല, ടീച്ചേഴ്സ് വന്നിട്ടില്ല. ഇത്രയും വണ്ടികൾ ഇനിയും പോകാനുണ്ട്. അങ്ങനെ വെളുപ്പിന് 3 മണിയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റി. അപ്പോൾ 2 ദിവസത്തെ വ്ളോഗ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.